സൂക്ഷ്മമായ ജന്തുക്കൾ ആവശ്യമില്ലേ? ഇപ്പോൾ ചില ആളുകളൊക്കെ ഒരു മോഡലിന് അവരുടെ ടോയ്ലറ്റിൻ്റെ ഈ ഫ്ലഷ് ടാങ്കിൻ്റെ ഉള്ളിൽ കെമിക്കലിൻ്റെ ഒരു ചെറിയ ഉണ്ട കെട്ടി തൂക്കും. എന്നിട്ട് ഫ്ലഷ് ചെയ്താൽ നല്ല നീളിയും റോസും വെള്ളമൊക്കെ വരും. കാണുമ്പോൾ രസമായിരിക്കും. അതിൽ കെട്ടി നിൽക്കുന്ന വെള്ളം നീല കളറും റോസ് കളറൊക്കെ ആയിരിക്കും. എന്താ സംഭവിക്കാൻ പോണത്? ഈ കെമിക്കൽ മൊത്തം പോകുന്നത് നമ്മുടെ വേസ്റ്റ് ടാങ്കിലേക്കാണ്. വേസ്റ്റ് ടാങ്ക് നിറഞ്ഞ് കവിയാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിൽ പോകുന്ന വേസ്റ്റ്, നമ്മുടെ മോഷൻ, വിസർജ്യം, അതിലുള്ള സൂക്ഷ്മ ജന്തുക്കൾ വിഘടിപ്പിച്ച് മണ്ണിന്റെ ഭാഗമാക്കുന്നത് കൊണ്ടാണ്. നമ്മൾ ധാരാളമായിട്ട് ഈ കെമിക്കൽ ഫ്ലഷ് ചെയ്ത് അടിച്ചുകൊണ്ടിരുന്നാൽ അതിലുള്ള ഇത്തരം സൂക്ഷ്മജീവികളൊക്കെ ചാവും, നശിക്കും. പിന്നെ ആ സാധനം അവിടെ നിറഞ്ഞുകൊണ്ടിരിക്കും. പെട്ടെന്ന് കോരിക്കളയേണ്ടി വരും. അതുകൊണ്ടുണ്ടാകുന്ന കുറേ പ്രകൃതിപരമായ പ്രശ്നങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ ശരീരത്തിൽ ധാരാളമായി സോപ്പ് തേക്കുന്നത്, ശരീരത്തിൽ ആവശ്യമായ കുറേ ബാക്ടീരിയകളുണ്ട്, അവറ്റങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ മെഡിക്കേറ്റഡ് സോപ്പുകൾ, പേരൊന്നും ഞാൻ പറയുന്നില്ല, പ്രത്യേകിച്ച് ഒരു കമ്പനിയോട് എനിക്ക് വിദ്വേഷമൊന്നുമില്ല. ധാരാളമായി തേക്കാൻ പാടുണ്ടോ? ഇല്ലേ? ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് തന്നെ. അതിലിങ്ങനെ പതഞ്ഞെടുക്കണം എന്നൊന്നുമില്ല. പരസ്യത്തിൽ അങ്ങനെ കാണും. പരസ്യക്കാരുടെ ചില പ്രത്യേകമായ സൈക്കോളജിയാണത്. നമ്മളെപ്പോഴെങ്കിലും പേസ്റ്റിൻ്റെ പരസ്യത്തിൽ ആ ഒരു നീണ്ട ബ്രഷിൻ്റെ ഒരു തല മുതൽ മറ്റേ തല വരെ രണ്ട് സൈഡിൽ തുറച്ചിട്ടല്ലാതെ പേസ്റ്റ് തേച്ച് വെച്ചത് കണ്ടിട്ടുണ്ടോ? എന്തിനാ? ആ ഒരു ട്രെൻഡിലേക്ക് വന്നാൽ 100 ഗ്രാം പേസ്റ്റ് ഒരു മാസം കൊണ്ട് ചിലവാകും. അടുത്ത ബോട്ടിൽ വാങ്ങും ആളുകൾ. അപ്പൊ സോപ്പ് ധാരാളമായി തേച്ച് പതഞ്ഞു നിൽക്കുന്ന ഫോട്ടോ കാണും. ഇത്തിരിയേ ഉപയോഗിക്കാവൂ, ആവശ്യത്തിന് മാത്രം. അങ്ങനെ വന്നില്ലെങ്കിൽ ശരീരത്തിൽ ആവശ്യമായ കുറെ സൂക്ഷ്മ ജന്തുക്കൾ ഇല്ലാതെയാകും.